കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ്. യോ, ഈ ചേച്ചിക്കിതെന്താ? എനിക്ക് ശരിക്കും വേദനിച്ചു കേട്ടോ. അവൻ തല തിരുമ്മിക്കൊണ്ട് കാർത്തൂനെ നോക്കി. ഒരു തവണ കണ്ടെന്ന് കരുതി ആരെയും വിലയിരുത്തരുത് ദേവമ്മേ. മനുഷ്യരുടെ തനിനിറം അറിയണമെങ്കിൽ നമ്മൾ അടുത്തിടപെടണം. അവരങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല മോളെ, സാധുക്കളാ. ആ പയ്യനെയൊക്കെ കണ്ടില്ലേ, എന്ത് സ്നേഹമുള്ളവനാ. നമ്മളോടൊക്കെ വളരെ കാര്യമായിട്ടല്ലേ സംസാരം. നല്ല സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനാണ് കാർത്തൂന് മറുപടി കൊടുത്തത്. പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ലായ്മയാണ് നിങ്ങളുടെയൊക്കെ അലങ്കാരം. പടിപ്പുര കടന്ന് കാർത്തുവാണ് ആദ്യം മുറ്റത്തേക്ക് കയറിയത്. മുത്തശ്ശി വിളക്ക് കൊളുത്തുന്നുണ്ട്. തുളസിത്തറയിലേക്ക് ദീപം പകർന്നുകൊണ്ട് പിന്നാലെ അമ്മയും വരുന്നുണ്ട്. പിന്നിൽ കൂടി ചെന്ന് കൈയും കാലും കഴുകി ശുദ്ധിയായിട്ട് വരും എല്ലാവരും. എവിടെയെങ്കിലും പോയി വന്നാൽ ഇത് പതിവുള്ളതായതുകൊണ്ട് കുട്ടികളാരും ഒന്നും പറയാതെ പിൻവശത്തേക്ക് നടന്നുപോയി. ഈ ജനറേഷൻ തന്നെയല്ലേ നമ്മൾ അവിടെ കണ്ട അമ്മൂമ്മയ്ക്ക്? നിച്ചു സംശയത്തോടെ ചേച്ചിമാരെ നോക്കി. അതേന്ന് തോന്നുന്നു. എന്നടാ? പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് നീങ്ങി നിന്ന് കാലും മുഖവും കഴുകുകയാണ് അച്ചുവും കാർത്തുവും. അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുവാ, ഇവിടെ എന്തൊക്കെ ചിട്ടകളാ? ആ ഫ്രീക്കത്തി അമ്മൂമ്മയെ കണ്ടുപഠിക്കാൻ പറ നമ്മുടെ മുത്തശ്ശിയോട്. അത് കേട്ടവരെല്ലാവരും ചിരിച്ചു. എടാ എടാ, നീ ആരെക്കുറിച്ചാ പറയുന്നേ? എൻ്റെ പാപം അമ്മയോടെ ഞാൻ ഈ കാര്യം പറയട്ടേടാ. ഓ വെല്ലിച്ച, ചതിക്കല്ലേ. അവൻ അടുക്കളയിലേക്ക് ഓടി. അത്താഴം കഴിക്കാനിരുന്നപ്പോഴാണ് മേനോൻ ചേട്ടൻ്റെ വീട്ടിൽ പാല് കൊടുക്കുന്ന കാര്യം നാരായണൻ സംസാരിക്കുന്നത്. അതിനെന്താ മോനെ, പാലിഷ്ടം പോലെ ഉണ്ടല്ലോ, 1 ലിറ്റർ അവർക്ക് കൊടുത്തേക്കാം. മുത്തശ്ശൻ അച്ഛനോട് പറഞ്ഞു. കാർത്തു, കാലത്തെ ആ പാല് കൊണ്ടുപോയി കൊടുത്തേക്കണേ മോളെ. പിന്നെ എനിക്ക് നേരമില്ല, രാവിലെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ്. കാത്തു ഒഴിഞ്ഞു മാറി. ഇതെന്താ കുട്ടി, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആരാ പഠിപ്പിച്ചേ? ഒരു മതിലിൻ്റെ അപ്പുറം വരെ ഒന്ന് പോയാൽ പോരെ നിനക്ക്? അമ്മ മകളെ ശരിക്കും ശകാരിച്ചു. സത്യം പറയാലോ, എനിക്ക് നേരത്തെ പോവേണ്ടോ? ഇല്ലെങ്കിലേ ഞാൻ കൊണ്ടുപോയി കൊടുത്തേനെ. നിച്ചു മുത്തശ്ശി ഉരുട്ടി കൊടുക്കുന്ന ചോറ് വാ പൊളിച്ച് മേടിച്ചുകൊണ്ട് തൻ്റെ അവസ്ഥ വെളിവാക്കി. എനിക്ക് പറ്റില്ല, അത്ര തന്നെ. അതാരൊക്കെ പറഞ്ഞാലും ശരി. കാർത്തു, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് ഈയിടെയായിട്ട്. നല്ല അടിയുടെ കുറവുണ്ട് കേട്ടോ. ചേച്ചിക്ക് അവരെ അങ്ങോട്ട് പിടിച്ചില്ല വല്യമ്മേ, അതാ പ്രോബ്ലം. നിച്ചു വലിയൊരു കാര്യം കണ്ടുപിടിച്ച മട്ടിൽ പറഞ്ഞു. അവൾ തന്നെ എല്ലാ ദിവസവും കൊണ്ടുപോയി കൊടുത്തോളും. ഇനി ആ പേരിലൊരു ബഹളം വേണ്ട. വിമല ഒച്ച വെച്ചു. കാർത്തു പതിവ് പോലെ കാലത്തെ കുളത്തിലേക്ക് പോയി. കുളിച്ച് കയറിയ ശേഷം ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ കണ്ടു ഒരു തൂക്കുമുന്തയുമായി വാതിൽ കടന്നു വരുന്ന അമ്മ. ഇതാ, ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരൂ. അവർ അത് അവളുടെ നേർക്ക് നീട്ടി. കാർത്തു ദേഷ്യത്തിൽ അമ്മയെ നോക്കി. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ തർക്കുത്തരമാകും. മിണ്ടാതിരുന്നാൽ ആർക്കും പ്രശ്നമില്ലല്ലോ. എന്നിട്ട് അത് മേടിച്ചുകൊണ്ട് നടന്നുപോയി. ലക്ഷ്മി ആൻറ്റി. അവൾ അവരുടെ വീടിൻ്റെ വാതിൽക്ക് ചെന്നു. ആരും ഉണർന്നിട്ട് പോലുമില്ല. പിന്നീട് അവൾ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അമ്മൂമ്മയാണ് ഇറങ്ങി വന്നത്. ആ, ഇതാര് കാർത്തുമോളോ? കയറി വരൂ കുട്ടി. കയറുന്നില്ല അമ്മൂമ്മേ, ലേശം ധൃതിയുണ്ട്. അവൾ പാലിൻ്റെ മൊന്ത അവരുടെ നേർക്ക് നീട്ടി. അതും മേടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ലക്ഷ്മി ആൻറ്റി കുളിയൊക്കെ കഴിഞ്ഞ് ഒരിളം റോസ് നിറമുള്ള നൈറ്റിയൊക്കെ ഇട്ട് ഇറങ്ങി വന്നത്. മോളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആൻറ്റി. അവൾ അവരെ നോക്കി ചിരിച്ചു. മോക്ക് ബുദ്ധിമുട്ടായോ കാലത്തെ ഇവിടേക്കുള്ള ഈ വരവ്? അമ്മൂമ്മയാണ്. കുഴപ്പമില്ല അമ്മൂമ്മേ, ഇത്രയിടം വരെ വന്നാൽ പോരെ. അവൾ ചിരിച്ചു. എന്നാൽ ഞാൻ പോട്ടെ, നാളെ കാണാം. അവൾ ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി ലക്ഷ്മി വാതിൽക്ക് നിന്നു. ഈ സമയം മുകളിലെ മുറിയിൽ 2 കണ്ണുകൾ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. ധരൻ്റെ മനസ്സിലെ സ്ഥായി ഭാവം അതൊന്നു മാത്രമായിരുന്നു. ആ കുളത്തിൽ തൻ്റെ കാർത്തവുമൊത്ത് ഒന്ന് നീന്തി തുടിക്കണം. മോനെ, ദേവാ. അമ്മ വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു. കാർത്തു തിരികെ എത്തിയപ്പോൾ
അച്ചു പുസ്തകം വായിച്ചുകൊണ്ട് ഉമ്മറത്തിരിക്കുന്നു. കാർത്തുമ്പി, എന്താടി അച്ചു? ധരൻ സാറിൻ്റെ വീടായിരുന്നു എന്ന് നിനക്ക് ശരിക്കും അറിയാമായിരുന്നോ? ആരും കേൾക്കാതെ പതിയെയാണ് അച്ചു ചോദിക്കുന്നത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇന്നലെ അവിടെ ചെന്നപ്പോഴല്ലേ അയാളെ കണ്ടത്. ശോ, കഷ്ടമല്ലേ? എന്തോന്ന് കഷ്ടം? ഈ കാർത്തൂൻ്റെ അടുത്ത് അവൻ്റെ ഒരു കളി നടക്കില്ല മോളെ. അത് അയാളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എപ്പോ? അതൊക്കെ ഉണ്ട്, എല്ലാം നിനക്ക് വഴിയെ മനസ്സിലാകും. കാർത്തു അകത്തേക്ക് കയറിപ്പോയി. ഇന്ന് എന്താ ദൈവമേ കഴിക്കാനുള്ളത്? നൂൽപൊട്ടും ഗ്രീൻ പീസ് കറിയും. അടിപൊളി. അവൾ അവരുടെ കവളിൽ ഒന്ന് പിച്ചി. ഓ, ഈ കുട്ടി എനിക്ക് വേദനിച്ചു കേട്ടോ. കണക്കായിപ്പോയി. ഇതൊരു ശിക്ഷയാണെന്ന് കൂട്ടിക്കോ. ശിക്ഷേ? എന്തിന്? ദേവമ്മയ്ക്ക് അതിശയമായി. ഇന്നലെ എന്തിനാ ആ ലക്ഷ്മി ആൻറ്റിയോടൊക്കെ എൻ്റെ ചുണ്ട് മുറിഞ്ഞ കാര്യം അവിടെ പറഞ്ഞേ? ഞാനിവിടെ വെച്ച് ദേവമ്മയോട് സൂചിപ്പിച്ചതല്ലേ ആരോടും മിണ്ടരുതെന്ന്. ഓ, ഞാനതങ്ങോട്ട് മറന്നു മോളെ. എൻ്റെ കുട്ടിക്ക് സങ്കടമായോ? ഓ, അങ്ങനൊന്നുമില്ല. ശോ. അപ്പോഴേക്കും ദേവമ്മയെ കെട്ടിപ്പിടിച്ച് ആ കവളിൽ ഒരു മുത്തം കൊടുത്ത് കഴിഞ്ഞിരുന്നു കാർത്തു. ഇതെന്താ ഇവിടെ? മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും കാർത്തു തിരിഞ്ഞു. അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് മുത്തശ്ശി. ചിറ്റയും ഉണ്ടൊപ്പം. പാല് കൊണ്ടുപോയി കൊടുത്തോ മോളെ? കൊടുത്തു ചിറ്റേ. കാർത്തു, കുട്ടിക്കിന്ന് ഓഫീസില്ലേ? ഉണ്ടല്ലോ മുത്തശ്ശി. എന്തേ? നേരം വൈകിയിരിക്കുന്നു. പോയി ഒരുങ്ങാൻ നോക്ക്. അവർ ധൃതി കാണിച്ചു. ചിറ്റേ, കഴിക്കാൻ എടുത്തോളൂ, അവൾ ഉച്ചത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും അച്ചുവും വന്നു. രണ്ടാളും കൂടി വേഗത്തിൽ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. അച്ഛനും അമ്മയും കൂടി ടൗണിൽ വരെ പോകാൻ റെഡിയായി ഇറങ്ങി. ബാങ്കിലേക്കോ മറ്റോ ആണ്. മുത്തച്ഛനോട് യാത്ര പറയുന്ന കേട്ട് കാർത്തു തൻ്റെ മുറിയിലേക്ക് പോയി. റെഡിയായി ഇറങ്ങി വന്നപ്പോൾ ദേവമ്മ രണ്ടാൾക്കുമുള്ള ചോറ് പൊതി നേരിയതിൻ്റെ തുമ്പാലെ തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. അത് മേടിച്ച് ബാഗിലേക്ക് ഇട്ടുകൊണ്ട് കാർത്തു ഉമ്മറത്തേക്ക് വന്നു. പെട്ടെന്ന് ദേവമ്മ വെണ്ണ എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഇത് പുരട്ടിയിട്ട് പൊയ്ക്കോ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വേദനയൊക്കെ കുറഞ്ഞില്ലേ? ശരിയാണ്. അവൾ ദേവമ്മ പറഞ്ഞ പോലെ ചെയ്തു. എന്നിട്ട് അവരുടെ കവളിൽ ഒരു ഉമ്മയും കൂടി കൊടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. കിഴക്കുവശത്തായി പടർന്നു നിൽക്കുന്ന കൃഷ്ണ തുളസിയിൽ നിന്നും കതിരോട് കൂടി അല്പം ഞുള്ളി എടുത്തുകൊണ്ട് അവൾ ചുരുണ്ടു കിടക്കുന്ന മുടിയിലേക്ക് തിരുകി. അവൾ പടിപ്പുര കിടന്നപ്പോഴാണ് അച്ചു പാഞ്ഞെത്തിയത്. ഓ, ദീപിക പതുക്കോൺ ഈയിടെയായിട്ട് ഇത്തിരി മേക്കപ്പൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. എന്താടി കൊച്ചു കള്ളി, ആരെങ്കിലും വീഴിച്ചോ? അച്ചുവിനെ അടിമുടി നോക്കിക്കൊണ്ട് കാർത്തു ചോദിച്ചു. ഒന്ന് പോടി തുമ്പി. അങ്ങനെ ആരെങ്കിലും വീഴ്ചാൽ ആദ്യം ഞാൻ പറയുന്നത് നിന്നോടാവും. പോക്കറ്റ് റോഡ് കടന്നപ്പോൾ കണ്ടു തരൻ്റെ വണ്ടി തങ്ങളെ കടന്ന് പോകുന്നത്. ഇതും കൂടി ഇങ്ങനെ പോയാൽ മതിയല്ലോ എന്നോർത്തപ്പോൾ കാർത്തു സമാധാനപ്പെട്ടു. ഓഫീസിലെത്തിയപ്പോൾ അവൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ അല്പം ബുദ്ധിമുട്ട്. തലേ ദിവസത്തെ സംഭവ വികാസങ്ങൾ അത്തരത്തിലായിരുന്നല്ലോ. എല്ലാവരെയും നോക്കി ഒരു പുഞ്ചിരിയൊക്കെ വരുത്തിക്കൊണ്ട് അവൾ നേരെ തൻ്റെ റൂമിലേക്ക് പോയി. അവിടെ ചെന്നതും കണ്ടു തൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വരുന്ന ഗിരി. ഡി, ഇന്നലെ നിന്നെ എത്ര തവണ വിളിച്ചു, എന്നിട്ടെന്താ ഫോൺ എടുക്കാഞ്ഞേ? കുറച്ച് ബിസി ആയിരുന്നടാ എന്ന് കരുതി കോള് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു വിളിക്കണ്ടേടി. ഞാനിപ്പോഴാണ് എൻ്റെ ഫോൺ കയ്യിലെടുത്തേ. ഇതെന്താ കാർത്തു നീ ഇങ്ങനെ? നിനക്ക് എന്താ പറ്റിയേ? ഇന്നലെ നീ എന്തിനാ സാറിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞേ? നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ ഗിരിയെ നോക്കി. സാറൊരു പാവമായതുകൊണ്ട് ഇല്ലെങ്കിൽ കാണായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. കാർത്തുവാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തൻ്റെ റൂമിൻ്റെ പിന്നിലൂടെ ഇറങ്ങി ധരൻ്റെ മുറിയിലേക്ക് ചെന്നു. ജാനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ
തന്നെ ആരും കാണേണ്ടെന്ന് കരുതിയാണ് അവളുടെ നീക്കം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മടങ്ങണം. കാർത്തു അവൻ്റെ ഡോറിൽ നോക്ക് ചെയ്തു. കാമിങ്. അവൻ്റെ അനുവാദം വന്നതും അവൾ അകത്തേക്ക് കയറി. ധരൻ ആരെയോ ഫോൺ ചെയ്യുകയാണ്. മേനോൻ അങ്കിളിനെയാണെന്ന് പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവിടേക്ക് കയറിയപ്പോൾ ശരീരത്തിലൊരു വിറയൽ പടരുന്ന പോലെ കാർത്തുവിന് തോന്നി. ധരൻ അവളോട് ഇരിക്കുന്നു കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൻ്റെ ഓപ്പോസിറ്റായി കിടന്ന കസേരയിൽ കാർത്തു ഇരുന്നു. ധരൻ ഇരിപ്പിടത്തിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് തൻ്റെ ഫോൺ സംഭാഷണം തുടർന്നുകൊണ്ട് റൂമിലൂടെ നടന്നു. എഴുന്നേറ്റ് പോകണോ വേണ്ടയോ എന്ന ചിന്തയിലിരുന്ന കാർത്തുവിൻ്റെ അടുത്തേക്ക് ധരൻ പെട്ടെന്ന് വന്നു നിന്നു. അവളുടെ മുടിയിൽ തിരികെ തുളസിക്കതിർ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. കുനിഞ്ഞ് അതെടുത്ത് ഒന്നും അണത്തിട്ട് അവൻ അതവളുടെ മുടിയിലേക്ക് തിരികെ വെച്ചു. അവൻ്റെ ശ്വാസം തട്ടിയതും കാർത്തുവിനെ വിയർക്കാൻ തുടങ്ങി. കൈലേസുകൊണ്ട് തൻ്റെ മേൽച്ചുണ്ടും കഴുത്തും തുടച്ചുകൊണ്ട് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ധരൻ ഫോണെടുത്ത് അവൻ്റെ കാതോട് ചേർത്ത് വെച്ചിട്ട് ഇരു കൈകൾ കൊണ്ടും അവളുടെ ഇടുപ്പിലൂടെ വളഞ്ഞു. ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണറായിരിക്കും പോലെ അവൾക്ക് തോന്നി. ഒച്ച വയ്ക്കാനോ ഒന്നും പറയാനോ കഴിയുന്നില്ല. കാരണം മറുവശത്ത് അങ്കിളാണ്. എന്തെങ്കിലും കേട്ടാൽ പിന്നെ അതോടെ തീരും. ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് കാർത്തു അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞതും ധരൻ വന്ന് തൻ്റെ ചെയറിലിരുന്നു. എന്താണ് മിസ് കാർത്തിക നാരായൺ, എന്നെ തല്ലാൻ വേണ്ടി ഇറങ്ങിയതാണോ? അവളുടെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് ധരൻ ചോദിച്ചു. സർ, ഞാൻ ഇന്നലെ ഒരു മെയിൽ അയച്ചിരുന്നു. ഏത്? ഞാൻ ഓർക്കുന്നില്ലല്ലോ സർ. എൻ്റെ ഓ ശരി ശരി, ഇപ്പോൾ ഓർമ്മ വന്നു. തൻ്റെ രാജിക്കത്തല്ലേ? അതെ. ഓക്കെ ഓക്കെ, 1 മിനിറ്റ് ഡാർലിംഗ്. അവൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവളുടെ കസേരയുടെ അടുത്തായി വന്ന് കുനിഞ്ഞു നിന്നു. മുന്നിലിരിക്കുന്ന സിസ്റ്റത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഈ ഡോക്യുമെൻറ്റ്സൊക്കെ കാർത്തിക വായിച്ചിട്ടല്ലേ സൈൻ ചെയ്തേ? കാർത്തിക ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു. 3 ഇയേഴ്സ് താനിവിടെ ജോലി ചെയ്തു കൊള്ളാമെന്നുള്ള കരാറാണ് ഈ കാണുന്നത്. എന്തെങ്കിലും കാരണത്താൽ ഈ കാലയളവിനുള്ളിൽ നിന്നും ജോലി രാജിവെച്ച് പോകുകയാണെങ്കിൽ കമ്പനി പറയുന്ന നഷ്ടപരിഹാരം തരണം. അതാണ് ഇവിടുത്തെ റൂള്. എനിവേ, ഞാൻ കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം, പോരെ? ധരൻ തൻ്റെ കസേരയിൽ പോയിരുന്നു. കാർത്തു അവനെ ദേഷ്യത്തിൽ നോക്കി. ഇവനെ ഞാൻ കൊല്ലട്ടെ എൻ്റെ കാവിലമ്മേ, എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. അവൾ മനസ്സിൽ മന്ത്രിച്ചു. ദേ, ഇങ്ങനെ നോക്കല്ലേടി പെണ്ണെ, എൻ്റെ കൺട്രോൾ പോകും. തനിക്ക് കൺട്രോൾ പോയി. ദേ, എന്നെക്കൊണ്ടൊന്നും പറയിക്കല്ലേ. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. ജയിച്ചെന്ന് കരുതണ്ട. ഈ കാർത്തിക ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവൻ്റെ അടുത്തേക്ക് വന്ന് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് കാർത്തു അവിടെ നിന്ന് ഇറങ്ങി. ഡോർ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയതും ധരൻ്റെ വെളിയൊച്ച കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തൻ്റെ അടുത്തേക്ക് വരുന്നവനെ. ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് കാർത്തു അവിടെ തന്നെ നിന്നു. ധരൻ വന്ന് കാർത്തുവിൻ്റെ കീഴ്ച്ചുകൊണ്ട് ഒന്നും അലർത്തി. ചേ, വിടടോ. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. ഓ, മുറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഒരുപാടുണ്ടെന്ന്. ഇതെന്തുവാ? അവനവളെ ചുഴിഞ്ഞൊന്ന് നോക്കി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇമ്മാതിരി പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ വിവരം അറിയും. എനിക്കിഷ്ടമല്ല ഇതൊന്നും. താൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് പെണ്ണുമല്ല ഞാൻ. അതുകൊണ്ട് തറവേല കാണിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. മിസ്റ്റർ ധരൻ ദേവ്. വന്നാൽ നീ എന്ത് ചെയ്യും? ധരനും വിട്ടുകൊടുത്തില്ല. ഈ കവിളി തന്നതുപോലെ ഇപ്പുറത്ത് പാട് വീഴും. അതിനു മുന്നേ ഈ വെണ്ണ ഞാൻ രുചിച്ചു കളയും. ഒരു കള്ളച്ചിരിയോടെ ധരൻ പറഞ്ഞു. തുടരും.